കൂട്ടുകാരെ, നമുക്കിന്ന് ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈ നടാം. ഞാൻ ദാണ്ട ഇതിൽ ഒരു തൈ ഞാൻ പാവി വെച്ചേക്കുകയാണ്. അത് നമുക്കിന്ന് നടാം. ഇതാ ഒരു വിത്ത് ഞാൻ ഈ ചട്ടിയിൽ പാവിയതാണ്. അത് പൊടിച്ച് വേര് വെളിയിൽ വന്ന്. ഇനി നമുക്കതിനെ ഞാൻ എങ്ങനെയാണ് ഇതിനെ നടണമെന്ന് കാണിച്ചു തരാം. ഇതാ എൻ്റെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ മദർ പ്ലാന്റ്. ഇതാണ് അതിൻ്റെ വള്ളിയാണ്. കണ്ട, ഇത്രയും കനത്തിനാണ് കിടക്കുന്നത്. അതിൽ കൂടെ ചെറുകിഴങ്ങൊക്കെ ചുറ്റി കിടക്കുന്നതാണ്. ഇതാണ് വള്ളി. കണ്ട, പഴയ മൂടാണ് ഇത്. കണ്ട, ഇതാണ് എൻ്റെ ഫാഷൻ ഫ്രൂട്ട്. അതങ്ങ് പടന്ന് ലാവിലാണെങ്കിൽ മണ്ടയിൽ അങ്ങോട്ട് പിടിക്കാൻ പോയില്ല. മണ്ട ഏറ്റവും വരെ പടന്ന് കിടപ്പുണ്ട്. ഇതിൽ നിന്നാണ് കാ തൊഴിഞ്ഞ് വീഴണത്. അതിൻ്റെ വിത്താണ് ഞാൻ എടുത്ത് ആവി പൊടിപ്പിച്ച് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് നടാനുള്ള കുഴി റെഡിയാക്കുകയാണ്. ഫാഷൻ ഫ്രൂട്ട് നടാനായിട്ട് ഇതിവിടെ നട്ടിട്ട് നമുക്ക് ഈ മരത്തിലോട്ട് നട്ട് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കുഴി എടുക്കുന്നത്. നമുക്ക് അടിവളം കൊടുക്കാം. അടിവളം കൊടുക്കാനുള്ള കരിയിലയും പച്ച പുല്ലും പറിച്ച് വെച്ചിട്ടുണ്ട് അടിയിൽ കൊടുക്കാനായിട്ട്. കോഴിവളമുണ്ട്. ഇത്രയും ആണ് ഞാനിപ്പം എൻ്റെ ഫാഷൻ ഫ്രൂട്ടിന് അടിവളം കൊടുക്കുന്നത്. ഇങ്ങനെയാണ് കുഴി. ഇത്തിരി വലിയ കുഴിയാണ് എടുക്കുന്നത്. ഇതങ്ങ് 2-3 വർഷം നിൽക്കണ ഒരു തൈയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇത്രയും വലിയ കുഴി എടുക്കുന്നത്. ഇനി അടിവളം ഇടാം. അടിയിൽ നിന്ന് പയറിൻ്റെ വള്ളി, പയറ് കെട്ടി ഇട്ടുന്ന വള്ളിയാണ്. എല്ലാം മണ്ണിൻ്റെ അടിയിൽ പോയി. പയറ് നട്ട സ്ഥലമാണിത്. വള്ളിപ്പയർ നട്ടിരുന്ന കെട്ടിയിട്ടിരുന്ന വള്ളിയാണ് മണ്ണിൻ്റെ അടിയിൽ പോയത്. ഇനി നമുക്ക് അടിവളം കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് പുല്ല് കുറേ പച്ചില അതിന് പറിച്ചിട്ടേക്കുന്നത് അടിവളമായിട്ട് നമുക്ക് കൊടുക്കാം. പച്ചില കാട് പുഴുകളാണ്. അത് വളം കൊടുക്കാം. ഇനി കരിയിലിട്ട് കൊടുക്കാം. ഇത് ഒതുക്കി വയ്ക്കും. എന്നിട്ട് ഇതൊക്കെ ഇതെല്ലാം പച്ചില വളമൊക്കെ അഴുകി നല്ല വളമായിട്ട് അഴുകി ചേർന്ന് വരുമ്പം നല്ല നമ്മളെ തൈ നല്ല കരുത്തോടുകൂടി വളർന്ന് വരും. ഇനി കോഴിവളം. ഞാൻ എൻ്റെ ചെടിയൊക്കെ കൂടുതലും കോഴിവളമാണ് കൊടുക്കുന്നത്. നല്ല തഴച്ച് വരും. ഇനി നമുക്ക് മണ്ണ് വെട്ടിയിടാം. മണ്ണ് വെട്ടിയിട്ട് തൈ കുറച്ച് ദിവസമായി, 3-4 മാസമായ തൈയാണ്. 3-4 മാസമായി. ഇനി നമുക്ക് തൈ നടാം. ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് തൈ എടുക്കാം. ഇവിടെ ഇങ്ങനെ കണ്ട അതിൻ്റെ വേര് അത്രയും പുറത്ത് വന്നാണ്ട് അത്രയ്ക്ക് ചുറ്റി. ഇനി നമുക്ക് മണ്ണിൽ നടാം. ഇനി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ ഫാഷൻ ഫ്രൂട്ട് തൈ നട്ട് കഴിഞ്ഞ് ഇനി ഇത് കാ വന്ന ശേഷം ഞാൻ കാ പറിച്ച് കാണിച്ചു തരാം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.